Hallelujah. Praise the Lord. 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 Hallelujah. Hallelujah. Praise the Lord. Jesus, thank you, Lord. Hallelujah. Praise you, Master. Thank you, Jesus. Hallelujah. Praise you, Lord. Hallelujah. Praise you, Lord. Praise you, Lord. Praise you, Lord. Hallelujah. Praise the Lord Jesus. Thank you, Lord. Hallelujah. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയുടെ യാമത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം അടിയന്റെ ജീവിതത്തിൽ നൽകിയ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ദൈവം നൽകുന്ന ഓരോ നന്മകൾക്കായി, ഓരോ അനുഗ്രഹങ്ങൾക്കായി, ദൈവിക വിടുതലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിനായി, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കുമായി ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുന്നു. പ്രത്യേകിച്ച് ദൈവം റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിനെ അത്യധികമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രികാലം നാം ദൈവസ്ഥലായിരിക്കും ദൈവത്തിൻ്റെ കരുണയൊന്നുകൊണ്ട് മാത്രമാണ്, ദൈവത്തിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് നാം ദൈവസ്ഥലായിരിക്കുന്നത്. നമ്മളെപ്പോലെ അനേകർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ജീവിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ അരുമനാഥനായ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ, അവൻ്റെ നാമത്തെ ഉയർത്തുവാൻ ജീവിതത്തിലൊരു സാവകാശം ദൈവം നമുക്കൊരുക്കിയ ആ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകുന്ന ഈ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒന്ന് രണ്ട് വാക്കുകൾ പറയുന്നത് ഉചിതമാണ് എന്ന് ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും പ്രിയ റോസ്ലിൻ സിസ്റ്റർ എന്നെ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിപ്പാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ തിരക്ക് മുഖാന്തരം, സമയത്തിൻ്റെ ബുദ്ധിമുട്ട് മുഖാന്തരം, പലപ്പോഴും ഗ്രാമങ്ങളിലെ മീറ്റിങ്ങുകളും മറ്റും ആയതുകൊണ്ട് സമയത്ത് എത്തിച്ചേരപ്പെടുവാനായിട്ട് സാധ്യമല്ലാത്ത ഒരവസ്ഥയിൽ പലപ്പോഴും ഞാൻ ആയിത്തീർന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ വചനവുമായി ഈ പ്രെയർ ഗ്രൂപ്പിൽ ഒന്നിച്ചായിരിക്കാൻ ദൈവം നൽകിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്ത പ്രകാരം ദൈവവചന പ്രഘോഷണത്തിനായി എന്നെ ക്ഷണിച്ച പ്രിയ സിസ്റ്ററിനോടും റോസ് പ്രെയർ ഫാമിലി ഗ്രൂപ്പിനോടുമുള്ള സ്നേഹവും നന്ദിയും ആദ്യമായി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവവചനം ശ്രവിക്കുന്നത്, ദൈവവചനം ശ്രദ്ധിക്കുന്നത് ഒരു ദൈവവചനന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്, അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഇന്ന് രാത്രികാലം ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, ഇതിനുശേഷവും ദൈവവചനം ശ്രവിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നവനായ നിസ്തുല്യനായ അരുമനാഥനായ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും സ്വാഗതവും വന്ദനവും ആദ്യമായി അറിയിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയുടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം നമ്മെ നടത്തുവാൻ ശക്തിയുള്ള ദൈവമാണ്. അവൻ്റെ കരം ഇന്നും കുറുകിയിട്ടില്ല. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. എത്രമാത്രം അവനെ സ്തുതിച്ചാലും, എത്രമാത്രം മഹത്വപ്പെടുത്തിയാലും, എത്രമാത്രം അവനെ പ്രഘോഷിച്ചാലും അത് നമ്മുടെ ജീവിതത്തിൽ കുറവാണ് എന്ന് ഞാൻ വാസ്തവമായി ചിന്തിക്കുന്നു. ഇന്ന് രാത്രികാലവും നമുക്ക് ദൈവസന്നിധിയിൽ ദൈവവചനത്തിനായി നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രികാലം എന്നോട് സംസാരിക്കണമേ എന്ന് ഏതെങ്കിലും വ്യക്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ഇടപെടുവാനിടയായിത്തീരും. ഞാൻ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഇന്ന് രാത്രികാലം നീ എന്നോട് സംസാരിക്കണമേ. ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ നീ എന്നോട് ഇടപെടുന്ന കൃപയ്ക്കായി സ്തോത്രം. നിന്റെ വാഗ്ദത്തങ്ങളെ നീ എന്നോട് സംസാരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അപ്രകാരം പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രികാലം ദൈവം
നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുവചനത്തിന്റെ മറവിൽ നമ്മെ മറയ്ക്കട്ടെ. ക്രൂശിന്റെ നിഴലിൽ നമ്മെ ഹല്ലേലൂയ മറയ്ക്കട്ടെ. അതിനായി നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുന്നതിന് മുമ്പായി ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചതിനു ശേഷം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഞാൻ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20-ാം വാക്യം. ഇതാ, വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. ഇതാ, വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവസ്ഥനിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിത്യപിതാവേ, ഈ രാത്രിയുടെ യാമത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ കൃപയ്ക്കായി സ്തോത്രം, നിന്റെ കരുണയ്ക്കായി സ്തോത്രം, നിന്റെ അനുഗ്രഹത്തിനായി സ്തോത്രം, നന്മകൾക്കായി സ്തോത്രം. കർത്താവേ, റോസ് പ്രെയർ ലൈൻ ഗ്രൂപ്പിനായി സ്തോത്രം ചെയ്യുന്നു. റോസ് പ്രെയർ ഫാമിലിക്കായി സ്തോത്രം ചെയ്യുന്നു. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, പ്രിയ റോസ് ആൻഡ് സിസ്റ്ററിന്റെ കുടുംബത്തിനായി ദൈവമേ, നിന്റെ കരുണയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിന് മഹത്വത്തിനായി ശോഭിപ്പാൻ നീ എടുത്ത് ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രികാലം ഞങ്ങൾ തിരുവചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് കടന്നു വരുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള മന്ന നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രികാലം അടിയനോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഈ പ്രെയർ ഗ്രൂപ്പിൽ കൂടി ദൈവവചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തികൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളുടെയും അവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഇടപെടുന്ന കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി അവർക്ക് വേണ്ടി വെളിപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കരം ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, അതിശയങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ ദൈവമേ, ഇന്ന് രാത്രികാലം നിന്റെ മഹത്വത്തെ ദർശിപ്പാൻ, നിന്റെ വിടുതൽ ദർശിപ്പാൻ, നിന്റെ അത്ഭുതത്തെ ദർശിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യ ഇറങ്ങി വരണം. ദൈവകൃപയുടെ മഹത്വം ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യ ഇറങ്ങി വരണം. ദൈവത്തിന്റെ കരുണ ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യ ഇറങ്ങി വരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് മുമ്പായി ദൂതനെ അയക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, ഓ ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് മുമ്പായി ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങൾക്ക് മുമ്പായി, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് മുമ്പായി ദൂതനെ അയക്കുന്ന ദൈവിക സാന്നിധ്യം ഇന്ന് രാത്രികാലം ഞങ്ങൾ അനുഭവിച്ചറിയട്ടെ. ദൈവ കരങ്ങളിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവശക്തിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തി ജീവിതങ്ങളോട്, കുടുംബങ്ങളോട്, ജീവിത സാഹചര്യങ്ങളോട് ഇടപെടുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിന്റെ ശക്തിയാൽ ഇന്ന് രാത്രികാലം ഞങ്ങൾ നിറയപ്പെടട്ടെ. ദൈവവചനത്തിന്റെ മർമ്മങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ. റീബാന ഹത്തുനിയ രഗന്ധുനി നിഗനവന വനമവസ്യ രബലഭവ അക്ഷവൽക്കന രഗരസ്യ രബത്തുനി നിഗതനവന ഭവന്തുനി നിഗനവന ആരഹന്തുന ഉജാരവാരവമം പരവക്ഷവനത്തുനി നിഗനസ്യാരക. ഇന്ന് രാത്രികാലം ദൈവാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തട്ടപ്പ. കർത്താവേ, നിന്റെ നാമത്തിന്റെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടണമേ. ദൈവ തേജസ്സിന്റെ ശക്തി വെളിപ്പെടണം. കർത്താവെ, അടിനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന്റെ മർമ്മങ്ങളെ ഇന്ന് രാത്രികാലം അടിയങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തണമേ. കൃപയുടെ മറൽ മറച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. മഹത്വം അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു രാത്രികാലം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ. പ്രകാരം സാവകാശം ഒരുക്കി തന്ന റോസ് പ്രെയർ ഫാമിലിയോടും ഈ പ്രാർത്ഥന കൂട്ടായ്മയോടും ഈ ഫേസ്ബുക്ക് പേജിനോടും അതുപോലെ തന്നെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റു സാരഥികളോടും എല്ലാവരോടുമുള്ള സിസ്റ്റർ റോസിനോടും അവരുടെ കുടുംബത്തോടുള്ള സ്നേഹത്തെയും നന്ദിയെയും ആദ്യമായി അറിയിക്കുകയും ചെയ്യുന്നു. നാം വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരാം. ഇതാ, വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. ഹല്ലേലൂയ. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വഴിയിൽ
നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അവൻ നമ്മെ കരുതുവാൻ ശക്തനായ ദൈവമാണ്. മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ വിളിച്ച് തൻ്റെ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് അനുഗ്രഹങ്ങളെ കാണിച്ച് നടത്തുന്ന ദൈവം തൻ്റെ ദാസനായ മോശയോട് പറയുന്ന, അല്ലെങ്കിൽ മോശ മുഖാന്തരം നമ്മോട് പറയുന്ന ദൈവവചനമാണ് ഇത്. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പാകെ അയക്കുന്നു. ഹല്ലേലൂയ. 3 കാര്യമാണ് നാം ഈ വാക്യത്തിൽ കൂടി ദർശിക്കുന്നത്. ഒന്ന്, നമ്മെ വഴിയിൽ കാക്കുന്നൊരു ദൈവമുണ്ട്. നമ്മെ വഴിയിൽ കാക്കുന്ന ഒരു ദൈവമുണ്ട്. 2, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്. 3, ദൈവം നമുക്ക് വേണ്ടി ദൂതനെ കൽപ്പിച്ച് ആക്കിയിട്ടുണ്ട് നമുക്ക് മുമ്പിൽ നടകൊള്ളുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നമ്മുടെ വഴിയിൽ നമ്മെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ജീവിതയാത്രയിൽ ദുഃഖത്തിന്റെയും വേദനയുടെയും പ്രയാസത്തിന്റെയും കഷ്ടത്തിന്റെയും രോഗത്തിന്റെയും അവസ്ഥയിൽ കൂടിയാണ് നാം കടന്നു പോകുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം നിന്റെ വഴികളെ കാക്കുന്ന ഒരു കർത്താവുണ്ട്, നമ്മുടെ വഴികളെ കാക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന് ഹല്ലേലൂയ നാം വാസ്തവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നാം പ്രാപിച്ചത് എന്തോ നമ്മിൽ നിന്ന് നഷ്ടമായെങ്കിൽ അത് തിരികെ നൽകുവാൻ, അതിന്റെ ബന്ധാവിലേക്ക് നമ്മളെ ആക്കി തീർക്കുവാൻ, ആ വഴിയിലേക്ക് നമ്മളെ ആക്കി തീർക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവം ഇന്ന് രാത്രികാലം നമ്മോട് മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ അടിമത്തത്തിൽ സകലതും നഷ്ടപ്പെട്ടവരായി ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്ന ഇസ്രായേൽ ജനത്തെ സകലതും നൽകി മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് അവരെ പീഡിപ്പിച്ച ഫറവോനെയും അവന്റെ സൈന്യത്തെയും ഇല്ലാതാക്കി സകല നന്മകൾ കൊണ്ടും നടത്തി പാലും തേനും ഒഴുകുന്ന ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കനാന്യ ദേശത്തേക്ക് ദൈവം അവരെ നടത്തുവാൻ ഇടയായി തീർന്നപ്പോൾ ദൈവം അവരോട് പറയുകയാണ്, ദൈവം അവരോട് അരുളി ചെയ്യാണ്, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി സകലതും കരുതിയതിനു ശേഷമാണ് നമ്മെ അവൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഞാൻ ദൈവസന്നിധിയിൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. തലമുറയെക്കുറിച്ച് ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ തലമുറയുടെ വഴിയെ കാക്കേണ്ടതിന് സകലതും ദൈവം ഹല്ലേലൂയ ഒരുക്കി വെച്ചിട്ട്, സകലതും ദൈവം കരുതിക്കൂട്ടി വെച്ചിട്ടാണ് ദൈവം ഹല്ലേലൂയ നമ്മെ നടത്തുവാൻ, നമ്മെ ഹല്ലേലൂയ പ്രൈസ്ലോട് അക്കരെ നാട്ടിൽ എത്തിക്കുവാൻ, നമ്മെ ഹല്ലേലൂയ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് എത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രികാലം ചിന്തിക്കുക, നമ്മുടെ ജീവിതയാത്രയിൽ നാം പലപ്പോഴും നമുക്ക് വേണ്ടി പലതും കരുതാറുണ്ട്. എന്നാൽ അത് പലപ്പോഴും ഹല്ലേലൂയ തക്ക സമയത്ത് ഉതകുന്നതുമല്ല. നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി, നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി നാം പലതും കരുതാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ചിന്തിക്കുക, നാം കരുതി വെച്ചത് പലപ്പോഴും നമുക്ക് ഉതകുവാൻ ഇടയായിത്തീരുന്നില്ല. എന്നാൽ ദൈവം നമ്മോട് പറയുകയാണ്, ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകേണ്ടതിന് ഞാൻ ദൂതനെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നാക്കേണ്ടതിന്. ഏത് സ്ഥലത്തേക്കാണ്? ദൈവം വാഗ്ദത്തം കൊടുത്ത ദേശത്തേക്ക്. ഏത് സ്ഥലത്തേക്കാണ്? അനുഗ്രഹത്തിന്റെ സ്ഥലത്തേക്ക്. ഏത് സ്ഥലത്തേക്കാണ്? ദൈവിക നന്മകൾ അനുഭവിപ്പാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക്. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക.
അബ്രഹാം പുറപ്പെട്ടു. അബ്രഹാം തന്റെ ജീവിതത്തിൽ ദൈവം അവനോട് കൽപ്പിച്ചത് പ്രകാരം അവന്റെ യാത്ര തിരിപ്പാനിടയായി തീർന്നു. ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും കഷ്ടത്തിന്റെയും ദുഃഖത്തിന്റെയും അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, ക്ഷാമത്തിന്റെയും അവസ്ഥകൾ കടന്നു വന്നപ്പോൾ അബ്രഹാമിന്റെ ഹൃദയത്തിന്റെ അന്തർഗതത്തിൽ അല്ലെങ്കിൽ അന്തരാത്മാവില് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു പ്രത്യാശയുണ്ടായിരുന്നു. ദൈവം എനിക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു ദേശമുണ്ട്, ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഒരു ദേശമുണ്ട്. ആ ദേശത്തേക്കുള്ള യാത്രയിലാണ് ഞാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എനിക്കും നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിശ്ചയിച്ചിരിക്കുന്ന ദേശത്തേക്ക് നമ്മെ നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആദമനെയും ഹവ്വയെയും സൃഷ്ടിച്ച ദൈവം അവർക്ക് വേണ്ടി ഉള്ളത് സകലതും ഒരുക്കി വെച്ചിട്ടാണ്, അവർക്ക് വേണ്ടി ഉള്ളത് മുഴുവനും ഒരുക്കി വെച്ചിട്ടാണ് ദൈവം അവരെ സൃഷ്ടിച്ച. ഏദൻ പൂങ്കാവനം നിർമ്മിച്ച് അതിനുള്ളിൽ സകലതും നിർമ്മിച്ച്, അതിനുള്ളിൽ സകലതും സൃഷ്ടിച്ച്, നദികളെ സൃഷ്ടിച്ച്, മരങ്ങളെ സൃഷ്ടിച്ച്, ഫലപുഷ്ടമായ എല്ലാ അവസ്ഥകളെയും സൃഷ്ടിച്ചതിന് ശേഷമാണ് ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച് അതിന് അധികാരിയാക്കി അല്ലെങ്കിൽ അതിന്റെ കാവൽക്കാരാക്കി അവരെ വെച്ചത്. ഇന്ന് രാത്രികാലം എന്നെയും നിങ്ങളെയും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അവൻ നമ്മുടെ വഴികളിൽ നമ്മെ കാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ വഴികളിൽ നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ വഴികളിൽ നമ്മെ നടത്തുന്ന ദൈവമാണ്. ജീവിത സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ജീവിതത്തിന്റെ അവസ്ഥകൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ വഴികളിൽ അവൻ നമ്മെ കാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ വഴിയിൽ എന്നെ കാക്കുന്ന ദൈവം ഇന്ന് രാത്രികാലം എന്നോട് കൂടെയുണ്ട്? എന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അവന്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. വഴിയിൽ നമ്മെ കാക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. സങ്കീർത്തനം 91 സങ്കീർത്തനം അതിന്റെ 11 വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്, എല്ലാവർക്കും കാണാപ്പാടമായ ഒരു വാക്യമാണ്. 91 സങ്കീർത്തനം അതിന്റെ 11 വാക്യത്തിൽ ഹല്ലേലൂയ ഇപ്രകാരമാണ് വായിക്കുന്ന: നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് ഹല്ലേലൂയ അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഹല്ലേലൂയ. നമ്മുടെ വഴികളിൽ നമ്മെ കാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ജീവിത യാത്രയിൽ നമ്മെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഉപേക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എല്ലാ വഴികളിലും നമ്മെ കാക്കുവാൻ കരുതി വെക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. എല്ലാ വഴികളിലും നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവം, എല്ലാ വഴികളിലും നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പ്രിയ ദൈവമേ, പ്രിയ വ്യക്തി ജീവിതമേ, നിങ്ങളുടെ വഴികളിൽ നിന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം ഇന്ന് രാത്രികാലം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ജീവിത സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ജീവിതത്തിന്റെ അവസ്ഥകൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മെ നമ്മുടെ വഴികളിൽ കാക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മെ നയിക്കുന്ന നടത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, എല്ലാ വഴികളിലും നമ്മെ കാക്കുവാൻ ദൈവം തന്റെ ദൂതനോട് കൽപ്പിക്കുവാനിടയായിത്തീരും. പലപ്പോഴും നമ്മുടെ വഴികൾ നമുക്ക് അറിയത്തില്ല. നാം ഇങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്, നാം എപ്രകാരമാണ് ആയിരിക്കുന്നത്, നമ്മുടെ ജീവിത സാഹചര്യം എന്താണ് എന്ന് നാം പലപ്പോഴും അറിയത്തില്ല. എന്നാൽ നമ്മുടെ എല്ലാ വഴികളിലും നമ്മെ കാക്കുവാൻ തന്റെ ദൂതനോട് കൽപ്പിച്ചിരിക്കുന്ന കർത്താവ് ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിലുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങളെ കാക്കുവാൻ, നിങ്ങളെ ഹല്ലേലൂയ നിശ്ചയിച്ചിരിക്കുന്ന തുറമുഖത്തെത്തിപ്പാൻ ഹല്ലേലൂയ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഉന്നതങ്ങളിൽ ദൈവം നിങ്ങളെ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന അനുഗ്രഹത്തിന്റെ പദവികളിൽ എത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം തന്റെ ദൂതനോട് കൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ യാത്ര ചെയ്യുന്നതിന് മുമ്പേ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പേ ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവവൈതലേ, പ്രിയ വ്യക്തി ജീവിതമേ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ വഴികൾ തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിപ്പാനിടയായിത്തീരും? ദൈവം നമ്മോട് പറയാണ്, ഞാൻ എന്റെ ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. ഹല്ലേലൂയ.
ഞാൻ എന്റെ ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. വീണ്ടും ദൈവത്തിന്റെ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ എബ്രായ ലേഖനം അതിന്റെ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ഇപ്രകാരമാണ്. എബ്രായ ലേഖനം അതിന്റെ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവർ ഒക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവാത്മാക്കളല്ലയോ? ഞാനും നിങ്ങളും ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ്, ദൈവത്തിന്റെ മക്കളാണ്. അവർ ഒക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവാത്മാക്കളല്ലയോ? ആരാണ്? ദൂതന്മാർ നമുക്ക് സേവകാത്മാക്കളായി കടന്നു വരുന്നു. ഹല്ലേലൂയ. ദൂതന്മാർ നമ്മുടെ വഴികളിൽ നമ്മെ സൂക്ഷിപ്പാനായിട്ട് കടന്നു വരുന്നു, നമ്മെ രക്ഷിപ്പാനായിട്ട്, നമ്മെ കരുതുവാനായിട്ട് ദൈവം തന്റെ ദൂതനോട് കൽപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മധ്യത്തിലേക്ക് ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവ കരങ്ങളിൽ ഇന്ന് രാത്രികാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എന്റെയും നിങ്ങളുടെയും മുമ്പിൽ നടക്കുന്ന ദൈവിക സാന്നിധ്യത്തിന്റെ ദൂതനെ ഇന്ന് രാത്രികാലം നമുക്ക് അനുഭവിച്ചറിയാം. കൂരിൽ താഴ്വരയിൽ കുടിക്കൾ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ലെന്ന് ഹല്ലേലൂയ സങ്കീർത്തനം 23-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഹല്ലേലൂയ. കൂരിലിന്റെ അവസ്ഥയിലും ഹല്ലേലൂയ നമ്മെ കരുതുന്ന ഒരു കർത്താവ് തന്റെ ദൂതനെ അയക്കുന്ന, നമുക്ക് മുമ്പിൽ ദൂതനെ അയച്ച് നമ്മുടെ വഴികളെ ഹല്ലേലൂയ നിശ്ചയിച്ചിരിക്കുന്ന തുറമുഖത്ത്, നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മെ എത്തിക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിപ്പാൻ ഇടയായിട്ടും പലപ്പോഴും നാം നമ്മുടെ ജീവിതയാത്രയിൽ നാം നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ചിന്തിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിത അവസ്ഥകളെ ചിന്തിച്ചുകൊണ്ട് നാം മുന്നോട്ട് ഹല്ലേലൂയ പോകാറുണ്ട്. ഞാൻ എപ്രകാരം ഹല്ലേലൂയ ഈ പ്രശ്നത്തിൽ നിന്ന് മറുവരെ എത്തിച്ചേരും, ഹല്ലേലൂയ ഞാൻ എപ്രകാരം ഈ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും, ഞാൻ എപ്രകാരം ഈ ഹല്ലേലൂയ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. ഇന്ന് രാത്രികാലം നിന്റെ വഴികളെ അറിയുന്നൊരു ദൈവം, നിനക്ക് വേണ്ടി വഴികളെ ഒരുക്കുന്നൊരു ദൈവം, ഹല്ലേലൂയ നിന്റെ മുമ്പായി ഹല്ലേലൂയ വഴികളെ ഒരുക്കുവാൻ നിനക്ക് മുമ്പായി കടന്നു പോകുന്നൊരു ദൂതനുണ്ട് എന്ന് നീ ഇന്ന് രാത്രികാലം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിന്റെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ജീവിതത്തിന്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, നിനക്ക് മുമ്പായി നടകൊള്ളുന്ന ഒരു ദൈവിക സാന്നിധ്യത്തെ ഇന്ന് രാത്രികാലം മനസ്സിലാക്കുന്നുവെങ്കിൽ ജീവിതത്തിന്റെ ബന്ധാവിൽ ഹല്ലേലൂയ നീ നിരാശപ്പെടേണ്ട ആവശ്യം വരത്തില്ല. ദൈവം പറയുകയാണ്, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ, ഞാൻ 23-ാം അധ്യായം അതിന്റെ 20 മുതൽ താഴോട്ട് വായിച്ചപ്പോൾ, ദൈവം തന്റെ ദൂതനെ നമ്മുടെ കൂടെ അയച്ചാൽ, അല്ലെങ്കിൽ അവന്റെ വാക്ക് കേട്ട് നാം മുന്നോട്ട് പോയാൽ, അവനെ അനുസരിച്ച് നമ്മുടെ ജീവിത യാത്ര നയിച്ചാൽ, ഒന്നാമത് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് പ്രകാരമാണ്. ദൈവത്തിന്റെ വാക്ക് 22-ാം വാക്യം, ദൈവത്തിന്റെ വാക്ക് പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 22-ാം വാക്യത്തില് ദൈവത്തിന്റെ വാക്കനുസരിച്ചാൽ നമ്മെ പായിക്കുന്നവരെ ദൈവം പായിക്കും. ഹല്ലേലൂയ. നമ്മെ ഞെരുക്കുന്നവരെ ദൈവം ഞെരുക്കും. ഇന്ന് രാത്രികാലം നിങ്ങൾ ഞെരുക്കത്തിന്റെ അവസ്ഥയാൽ, മറ്റുള്ളവരാൽ ഞെരുങ്ങിയിരിക്കുന്ന അവസ്ഥയാൽ, മറ്റുള്ളവരാൽ പകയ്ക്കപ്പെട്ട അവസ്ഥയാൽ, നിന്ദിക്കപ്പെട്ട അവസ്ഥയാൽ, പരിഹസിക്കപ്പെട്ട അവസ്ഥയിൽ ആയിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നീ ദൈവവാക്കനുസരിച്ച്, ദൈവവാക്ക് കേട്ട് ഹല്ലേലൂയ നിനക്ക് മുമ്പായി കടന്നു പോകുന്ന ദൂതനെ ഒന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ ദൈവം നിനക്ക് മുമ്പായി കടന്നു പോകാൻ ദൂതനെ നിന്റെ മുമ്പിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് ദൈവം നിന്നെ കൊണ്ടുപോകുന്നത്. ആ വഴിയിൽ നിന്നെ കാക്കുവാൻ, നിന്നെ സംരക്ഷിപ്പാൻ, നിന്നെ രക്ഷിപ്പാൻ, ഹല്ലേലൂയ നിന്നെ പകയ്ക്കുന്നവരെ പകയ്ക്കുവാൻ, നിന്നെ നിന്ദിക്കുന്നവരെ നിന്ദിക്കുവാൻ, നിന്നെ ഞെരുക്കുന്നവരെ ഞെരുക്കുവാൻ എന്റെ കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരും. ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് വരുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നാം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്. അവനെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടാണ് നമ്മളെ യാത്ര തുടരുവാൻ ഹല്ലേലൂയ ഇടയാക്കുന്നത്. നാം പലപ്പോഴും അവന്റെ പ്രവൃത്തിയെ മനസ്സിലാക്കുന്നില്ല, അവന്റെ പ്രവൃത്തിയെ അറിയുന്നില്ല. അതാണ് നമ്മുടെ കുഴപ്പം. അവനെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടാണ് എല്ലാം. കർത്താവിന്റെ വചനം പറഞ്ഞു, ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക്, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ വ്യസനിക്കുന്ന വ്യക്തിയാണ്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഉന്നത പദവിയിലേക്ക്, ഉന്നത അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവൻ വാഗ്ദത്തം ചെയ്തവനാണെങ്കിൽ അവൻ അത് നിവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. നിന്റെ തലമുറയുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ നീ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. അവൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവൻ വഴിയിൽ കളഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല, വഴിയിൽ കാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ.
വഴിയിൽ കാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. വീണ്ടും നാം വായിക്കുന്നു, നാം ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ച് നമ്മുടെ യാത്ര മുന്നോട്ട് നയിക്കുമ്പോൾ അതിന്റെ 25-ാം വാക്യം വായിക്കുന്ന പ്രകാരമാണ്, അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കുന്ന ദൈവം. 25-ാം വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ച് ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം യാത്ര ചെയ്യുന്ന ദൈവ പൈതലിന് അവന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമുണ്ട്. അവന്റെ അപ്പവും വെള്ളവും അനുഗ്രഹിക്കപ്പെടും. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങളുടെ കരങ്ങളിൽ ഒന്നുമില്ലായിരിക്കാം, നിങ്ങളുടെ ജീവിത സാഹചര്യം ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാണ്. അവനാണ് വിളിച്ചവൻ. ഹല്ലേലൂയ. അവൻ വഴിയിൽ കാക്കുന്ന ദൈവമാണ്. അവൻ വഴിയിൽ സൂക്ഷിക്കുന്ന ദൈവമാണ്. നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നിന്നെ സംരക്ഷിക്കുന്ന ദൈവമാണ്. നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നിനക്കൊന്നിനും കുറവില്ലാതെ ഹല്ലേലൂയ വാഗ്ദത്ത ദേശത്ത് ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ എത്തിച്ചുവെങ്കിൽ, ഒന്നിനും കുറവില്ലാതെ വാഗ്ദത്തത്തിന്റെ ദേശത്ത് ഇസ്രായേൽ മക്കളെ എത്തിച്ചുവെങ്കിൽ, പ്രിയ ദൈവവൈതലേ, പ്രിയ വ്യക്തി ജീവിതമേ, നിന്നെ വാഗ്ദത്തത്തിന്റെ ദേശത്ത് നിന്നെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന പദവിയിൽ എത്തിക്കുവാൻ, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന അനുഗ്രഹത്തിൽ എത്തിക്കുവാൻ, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന നന്മയിൽ എത്തിക്കുവാൻ അവൻ ശക്തനാണ്. അനുഗ്രഹങ്ങളെ നൽകി, വിടുതൽ നൽകി. ഹല്ലേലൂയ. അപ്പവും വെള്ളവും ഹല്ലേലൂയ ഈ ലോകത്തിന് നന്മയാണ് ഹല്ലേലൂയ കാണിക്കുന്ന. ഈ ലോകത്തിൽ ഹല്ലേലൂയ നന്മകളെ പ്രാപിപ്പാൻ ഹല്ലേലൂയ ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. മാത്രം അവന്റെ വാക്കനുസരിക്കുക, അവനെ തന്നെ സേവിക്കുക. ഹല്ലേലൂയ. എത്ര പേർക്ക് അതിന് സാധ്യമായി ചേരും ഇന്ന് രാത്രികാലം? ഹല്ലേലൂയ. അവന്റെ വാക്കനുസരിച്ച് അവൻ പറയുന്നത് പോലെ യാത്ര ചെയ്യുവാൻ നാം തുനിഞ്ഞാൽ നമ്മുടെ വഴിയിൽ അവൻ നമ്മെ കാക്കുന്ന ദൈവമാണ്. അവൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി അവൻ തന്റെ മുമ്പിൽ ഹല്ലേലൂയ ദൂതനെ കൽപ്പിച്ചാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ കരങ്ങളിൽ പ്രൈസ് ദി ലോർഡ് എന്ന് മനസ്സിലാക്കുക. അവൻ ഈ ലോകത്തിലെ സകല ഭൗതിക നന്മകളും ദൈവം തരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, 6-ാം അധ്യായം 33-ാം വാക്യത്തില്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഇതൊക്കെയും എന്ന് പറയുമ്പോൾ അതിന് മുന്നുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, വസ്ത്രം, ആഹാരം, ഈ ലോകത്തിന്റെ നന്മകൾ നമ്മെ പിന്തുടരുവാനിടയായിത്തരും. പ്രിയ ദൈവത്തിലെ പ്രിയ വ്യക്തി ജീവിതമേ, ഇന്ന് രാത്രികാലം ചിന്തിക്കുക. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുന്നവരാണെങ്കിൽ നിന്നെ കാക്കുവാൻ കർത്താവ് ശക്തനാണ്. നിന്നെ അനുഗ്രഹിപ്പാൻ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. 2 കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, നിനക്ക് ഭൗതിക നന്മകൾ ലഭിക്കും, വെള്ളവും അപ്പവും. 2, നിന്റെ നടുവിൽ നിന്ന് രോഗങ്ങളെ അകറ്റിക്കളയും. ഹല്ലേലൂയ. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് ഹല്ലേലൂയ അകറ്റിക്കളയും. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതം, ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമാണോ? നിന്റെ ജീവിത സാഹചര്യം, രോഗങ്ങൾ നിന്റെ കുടുംബത്തിൽ നിന്നെ ഹല്ലേലൂയ പ്രയാസപ്പെടുന്നെങ്കിൽ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വാക്ക് നീ അനുസരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ ദൈവത്തിന്റെ വാക്ക് നീ അനുസരിക്കുന്നുവെങ്കിൽ, ഇസ്രായേൽ മക്കൾ കുഞ്ഞാടിന്റെ രക്തത്താൽ പ്രൈസ് ദി ലോർഡ് വിടുതൽ പ്രാപിച്ച് മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിന്റെ ഹല്ലേലൂയ യാത്ര പുറപ്പെട്ടു. ഹല്ലേലൂയ എങ്ങോട്ട്? കനാൻ ദേശത്തേക്ക്, വാഗ്ദത്തത്തിന്റെ ദേശത്തേക്ക് ഒരു യാത്രയായെങ്കിൽ, ഇന്ന് രാത്രികാലം നിന്റെ യാത്ര ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദേശത്തേക്കാണെങ്കിൽ, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണെങ്കിൽ, നിന്റെ ജീവിത യാത്ര ദൈവത്തിൽ ഭരമേൽപ്പിച്ചുകൊണ്ടുള്ള യാത്രയാണെങ്കിൽ, വഴിയിൽ കാക്കുന്ന ദൈവം നിന്നോട് കൂടി ഉണ്ടെങ്കിൽ, അവനോട് സേവിപ്പാൻ നീ തയ്യാറാണെങ്കിൽ, അവന്റെ വാക്ക് കേട്ടനുസരിപ്പാൻ നീ തയ്യാറാണെങ്കിൽ, രോഗങ്ങളെ മാറ്റിക്കളയുന്ന ദൈവം ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടി ഹല്ലേലൂയ പ്രവർത്തിക്കുവാൻ പോവുകയാണ്. നിന്റെ രോഗബന്ധങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറാൻ പോവുകയാണ്. എത്ര വലിയ രോഗമായിരുന്നാലും അത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം വിട്ടുമാറിപ്പോവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ഇടയിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ കുടുംബത്തിന്റെ അന്തരങ്ങളിലേക്ക് ഹല്ലേലൂയ ഇറങ്ങി ചെല്ലുവാനിടയായിത്തീരും. രോഗബന്ധനങ്ങളെ അകറ്റിക്കളയുന്ന, രോഗത്തെ അകറ്റിക്കളയുന്ന ദൈവിക സാന്നിധ്യത്തിനായി ഹല്ലേലൂയ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളില് ഡോക്ടർമാർ ഉപേക്ഷിച്ച്, ആരും എനിക്ക് സഹായമില്ല,
ആരും എന്നെ കരുതുവാനില്ല, ആരും എന്നെ സംരക്ഷിപ്പാനില്ല എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, യേശു നിന്റെ സന്നിധിയിലുണ്ട്. യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം നിന്റെ സമീപത്തുണ്ട്. അവനെ ഒന്ന് മനസ്സിലാക്കുക. അവൻ നിന്നെ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുവാൻ തന്റെ ദൂതനെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒരു ദൂതൻ ഇറങ്ങി കുളം കലക്കും. ഇന്ന് രാത്രികാലം എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ജീവിതങ്ങളുമേൽ, വ്യക്തി ജീവിതങ്ങളുമേൽ, കുടുംബങ്ങളുമേൽ, ഹല്ലേലൂയ. പിശാച് ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ, രോഗത്തിന്റെ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം അഴിഞ്ഞു മാറാൻ പോവുകയാണ്. ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ പോവുകയാണ്. ദൈവത്തിന്റെ കരം വെളിപ്പെടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീസസ്, താങ്ക് യു ലോർഡ്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യത്തെ വ്യാപരിക്കപ്പെടട്ടെ, രോഗസൗഖ്യം വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യം വ്യാപരിക്കപ്പെട്ട് വർഷങ്ങളായി ഹല്ലേലൂയ രോഗമിട്ടുകൊണ്ട്, വേദനയിട്ടുകൊണ്ട്, ഹല്ലേലൂയ, ശരീരം നിവർന്നിൽപ്പാൻ, ഹല്ലേലൂയ, കഴിയാതെ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം സൗഖ്യം വ്യാപരിക്കപ്പെടുന്നവയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ രോഗങ്ങളെ നമ്മുടെ നടുവിൽ നിന്ന് നീക്കിക്കളയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ രോഗങ്ങളെ, പ്രൈസ് ദി ലോർഡ്, കാൽവറി ക്രൂശിൽ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ച് വേദനകളെ ചുമന്നവനായ കർത്താവ്, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അവൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മെ കൊണ്ടുപോകുവാനാണ്. അവൻ, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം നാം ആയിരിക്കുന്ന, ഇന്ന് രാത്രികാലം ദൈവ കരങ്ങളിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്ക് വേണ്ടി സകലതും ഒരുക്കിയതിനു ശേഷം ആ സ്ഥാനത്ത് നമ്മെ എത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് വേണ്ടി സകലതും ഒരുക്കിയതിനു ശേഷം പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ സാധ്യമല്ല, നമുക്കത് അനുഭവിപ്പാൻ സാധ്യമല്ല. ഇസ്രായേൽ ജനതയുടെയും കുറ്റമതായിരുന്നു, അവരുടെയും കുറവതായിരുന്നു. ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകളെ യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രിയ ദൈവത്തിലെ വ്യക്തി ജീവിതം ഇന്ന് രാത്രികാലം ദൈവം പറയുകയാണ്, ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ നിന്റെ മുമ്പിൽ ദൂതനെ അയക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലം അത് ചെറിയ സ്ഥലമല്ല. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിന്നെ വാലല്ല തലയാക്കാം. ഹല്ലേലൂയ. ദൈവം നിന്നോട് പറഞ്ഞിരിക്കുകയാണ്, ദൈവം നമ്മോട് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിന്നെ ഉന്നതത്തിന്റെ പടവുകൾ, ഹല്ലേലൂയ, ചവിട്ടിക്കയറുവാനിടയാക്കും. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുകയാണ്, ഹല്ലേലൂയ, ഞാൻ നിന്നെ മാനിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിന്നെ സംരക്ഷിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ കരുതുന്ന ദൈവമാണ്, ഞാൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്റെ തലമുറകളെ ഉയർത്തുന്ന ദൈവമാണ്, ഞാൻ നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, തലമുറയെ ഓർത്ത് ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, നിന്റെ തലമുറയെ അനുഗ്രഹിപ്പാൻ, നിന്റെ തലമുറയെ സംരക്ഷിപ്പാൻ, നിന്റെ തലമുറയെ ഉന്നത സ്ഥാനത്തെത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാണ് എന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. അവൻ നിശ്ചയിച്ച സ്ഥാനത്ത് തന്നെ അവൻ എത്തിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ വഴിയിൽ കാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി സകലതും ഒരുക്കി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വഴിയിൽ കാക്കുന്ന ദൈവമാണ്. ഞാൻ ഒരു വാക്യം വായിക്കുന്നു, അതിന് 26-ാം വാക്യം. ഗർഭം അലസുന്നവളും മച്ചിയും നിന്റെ ദേശത്തുണ്ടാകില്ല, നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. 26-ാം വാക്യം ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയേണ്ട തലമുറയോടുള്ള ഒരു ദൂതാണ്. ഹല്ലേലൂയ. തലമുറയെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം തലമുറയെ ഓർത്ത് വ്യസനിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ, ജീവിതത്തിന്റെ അവസ്ഥയിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശക്തിയിൽ, ദൈവത്തിന്റെ കരങ്ങളിൽ നിനക്ക് മുമ്പായി നടകൊള്ളുന്ന ദൈവ സാന്നിധ്യത്തിന്റെ കരത്തില് ഇന്ന് രാത്രികാലം നീ ഏൽപ്പിച്ചു കൊടുക്ക്. അവൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനത്ത്, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനത്ത് ദൈവം എത്തിക്കും. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണമാണ്. അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഞാൻ ഒന്നാമത്തെ പോയിന്റ് മാത്രമേ ആയുള്ളൂ, എൻ്റെ വഴിയിൽ കാക്കുന്ന നമ്മുടെ ദൈവം. ഹല്ലേലൂയ. 2, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക്. ഒരു വാക്യം വായിക്കാം.
പുറപ്പാട് പുസ്തകം അതിന്റെ 15-ാം അധ്യായം 17-ാം വാക്യം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തില് ഇപ്രകാരമാണ് കാണുന്നത്: നീ അവരെ കൊണ്ടുചെന്ന് തിരുനിവാസത്തിനൊരുക്കിയ സ്ഥാനത്ത് യഹോവേ നിൻ അവകാശ പർവ്വതത്തിൽ നീ അവരെ നട്ടു. കർത്താവെ തൃക്കൈ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിങ്കൽ തന്നെ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ അവകാശ പർവ്വതത്തിലാണ് ദൈവം നമ്മെ നട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ അനുഗ്രഹത്തിലാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ഇന്ന് രാത്രികാലം ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങളെ നമുക്ക് നോർക്കാം. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് ദൈവം നമ്മെ എത്തിക്കുമെന്ന് ദൈവം നമ്മോട് പറയുമ്പോൾ ഇന്ന് രാത്രികാലം ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങളെ നമ്മൾ ഓർക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ ആത്മാവിൽ ദൈവത്തിന്റെ ഭൃത്യന്മാരാൽ ദൈവത്തിന്റെ ദാസന്മാരാൽ ദാസിമാരാൽ ദൈവം നൽകിയ വാഗ്ദത്തങ്ങളെ, ദൈവവചനത്തിന്റെ വാഗ്ദത്തങ്ങളെ ഇന്ന് രാത്രികാലം നമുക്ക് നോർക്കാം. ഹല്ലേലൂയ. ജീവിത സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ ആത്മാവിന്റെ ശക്തിയാൽ ദൈവദാസന്മാരാൽ ദൈവവചനത്താൽ ദൈവദാസിമാരാൽ ദൈവം നൽകിയ വാഗ്ദത്ത വചനങ്ങളെ ഓർക്കാം. ഹല്ലേലൂയ. പലപ്പോഴും നാം നമ്മുടെ പ്രശ്നങ്ങളെയാണ് വലുതായിട്ട് കാണുന്നത്. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങളെ നമുക്ക് ഓർക്കാം. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് ദൈവം നമ്മെ നടത്തുന്നത്. ഹല്ലേലൂയ. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക്, നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്കല്ല. അത് മനസ്സിലാക്കുക. ഹല്ലേലൂയ. നാം ചിന്തിക്കുന്ന സ്ഥലത്തേക്കല്ല ദൈവം നമ്മെ നടത്തുന്നത്. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ്. നാം പലപ്പോഴും ചിന്തിക്കുമ്പോൾ ചെറുതായ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. നാം നമ്മുടെ മാനുഷിക ബുദ്ധിക്കനുസരിച്ചാണ് ചിന്തിക്കുന്നത്. നാം നമ്മുടെ വിചാരങ്ങൾക്കനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ വഴി അഗോചരമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്. ദൈവത്തിന്റെ വഴി അത്ഭുതമുള്ള വഴിയാണ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്നെ ഹല്ലേലൂയ അത്ഭുതമായി നടത്തുവാൻ, അതിശയമായി നടത്തുവാൻ, ദൈവിക നന്മകളെ പ്രാപിപ്പാൻ, ഉന്നതത്തിന്റെ ഹല്ലേലൂയ ആരും ചിന്തിക്കാത്ത, ആരും നനയ്ക്കാത്ത, ആരും വിചാരിക്കാത്ത വഴികളിൽ കൂടി ദൈവം നിന്നെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ നന്മകൾ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിലേക്ക് ദൈവം പകരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവകാശത്തിന്റെ പർവ്വതത്തിൽ, ഉന്നതത്തിൽ നമ്മെ നട്ടവനായ ദൈവമാണ്. നാം താഴെയുള്ളവരല്ല. നാം മനസ്സിലാക്കുക. നാം താഴെ കിടക്കേണ്ടവരല്ല. നാം അടിമത്തത്തിൽ ആയിരിക്കേണ്ടവരല്ല. ഹല്ലേലൂയ. ദാസ്യത്തിന്റെ അവസ്ഥയിൽ ആയിരിക്കേണ്ടവരല്ല. നാം ദൈവത്തിന്റെ മക്കളാണ്. നാം ശ്രേഷ്ഠ പദവിയുള്ളവരാണ്. ഹല്ലേലൂയ. അത് നാം മനസ്സിലാക്കുക. ദൈവം നമ്മെ അപ്രകാരമാക്കി തീർക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മെ കൊണ്ടെത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലം ആർക്കും ചിന്തിപ്പാൻ സാധ്യമല്ല. പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് കടന്നു വന്ന സംഭവം മറ്റൊന്നുമല്ല. ദാനിയേലിന്റെ പുസ്തകം അതിന്റെ 6-ാം അധ്യായം 22-ാം വാക്യത്തിലെ നാം വായിക്കുന്ന പ്രകാരമാണ്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 22-ാം വാക്യം. തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 22-ാം വാക്യം. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന്. ഹല്ലേലൂയ. ദാനിയേൽ പറയുകയാണ്, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് ദൈവം തന്റെ ദൂതനെ അയച്ച് അവരുടെ വായടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിന്റെ ജീവിതത്തിന് കേടുവരുത്തുവാൻ ചിന്തിക്കുന്ന, വിചാരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവരുടെ നാവിനെ ബന്ധിച്ചുകൊണ്ട് ദൈവം നിന്നെ ഉന്നതമായ പദവിയിലേക്കും ഉന്നതമായ സ്ഥാനത്തിലേക്കും എത്തിക്കുവാൻ ശക്തനാണ് എന്ന് നാം മനസ്സിലാക്കുക. ഹല്ലേലൂയ.
ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനത്തേക്ക് ദൈവം നമ്മെ ആക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. സിംഹത്തിന്റെ വായ് അടച്ചു കളഞ്ഞ ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം എനിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നാം ചിന്തിച്ചതിനപ്പുറമായി, ദാനിയേൽ ചിന്തിച്ചതിനും അപ്പുറമായി സിംഹത്തിന്റെ വായ് അടച്ചു കളഞ്ഞ് അവന് വേണ്ടി ഹല്ലേലൂയ അത്ഭുതത്തെ പ്രവർത്തിച്ച ദൈവം ഹല്ലേലൂയ ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ട് ദൈവവേദനയെ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നിന്നെ ഹല്ലേലൂയ മുക്കിക്കളയുന്ന, നിന്നെ വിഴുങ്ങിക്കളയുന്ന സിംഹങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ പ്രശ്നങ്ങളുടെ മുമ്പിൽ അതിന്റെ ഹല്ലേലൂയ വഴികളെയും വാതിലുകളെയും അടച്ചുകൊണ്ട് നിനക്ക് വേണ്ടി അത്ഭുതത്തിന്റെ വഴികളെ തുറന്ന്, അനുഗ്രഹത്തിന്റെ വഴികളെ തുറന്ന്, ദൈവപ്രവൃത്തിയുടെ വഴികളെ തുറന്ന്, ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ വഴികളെ തുറന്ന് നിന്നെ ഹല്ലേലൂയ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തെത്തിക്കുവാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ ജീവിത സംഭവങ്ങളെ നമുക്ക് അറിയാം. അതിന് 28-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരമാണ് കാണുന്നത്: അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നു. രാത്രികാലം ഹല്ലേലൂയ നീറുന്ന പ്രശ്നത്തിൽ, ഹല്ലേലൂയ അഗ്നിയുടെ പ്രശ്നത്തിൽ, ഹല്ലേലൂയ വേദനയുടെ പ്രശ്നത്തിലായിരിക്കുന്ന ദൈവത്തിലെ നിനക്ക് വേണ്ടി ദൂതനെ അയച്ച് നിനക്ക് വേണ്ടി വിടു നൽകുവാൻ, നിന്നെ ദഹിപ്പിക്കുന്ന പ്രശ്നങ്ങൾ ഹല്ലേലൂയ നിന്റെ മുമ്പിൽ കടന്നു വരാം. നിന്നെ വിഴുങ്ങിക്കളയുന്ന പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യം ഉണ്ടായിരിക്കാം. നിന്റെ തലമുറയുടെ ജീവിതത്തിന്റെ അവസ്ഥയിൽ ഉണ്ടായിരിക്കാം. എന്നാൽ അതിന്റെ മധ്യത്തിൽ നിന്നെ വിടുവിക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രികാലം നിന്റെ ദൂതനെ അയച്ചിരിക്കുകയാണ്. അവന്റെ വിടുതൽ കാണുവാൻ, അവന്റെ പ്രവൃത്തി കാണുവാൻ, അവന്റെ ശക്തി കാണുവാൻ, അവന്റെ നന്മ കാണുവാൻ ദൈവ കരങ്ങളിലേക്ക് ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വത്തെ ഇന്ന് രാത്രികാലം ദർശിപ്പാനിടയായിത്തീരും. ദൈവത്തിന്റെ പ്രവൃത്തിയെ ഇന്ന് രാത്രികാലം ദർശിപ്പാനിടയായിത്തീരും. ഹല്ലേലൂയ. തന്റെ ജീവിതയാത്രയിൽ നമ്മെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. എന്നെ നിങ്ങളുടെ ജീവിതയാത്രയിൽ നമ്മെ കരുതുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് ദാനിയേലേ നിനക്ക് ബാബേൽ സാമ്രാജ്യത്തിലൊരു അധികാര പദവിയുണ്ട്. ശദ്രക് മേശക് അബേദ്നെഗോ നിനക്ക് ആ സാമ്രാജ്യത്തിൽ ഒരു വിചാരകനായി അല്ലെങ്കിൽ രാജവിചാരകന്മാരായി വാഴേണ്ട അധികാരം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ തീ നിന്നെ മുക്കിക്കളയുവാൻ സാധ്യമല്ല. ഈ തീ നിന്നെ ദഹിപ്പിക്കുവാൻ സാധ്യമല്ല. ഈ സിംഹത്തിന്റെ വായ് സിംഹം നിന്നെ മുഴുങ്ങുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലെ നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ നീ നീറുന്ന പ്രശ്നത്തിന്റെ മധ്യത്തിൽ നിന്നെ കരുതുവാൻ നീ അല്ല, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനത്തേക്ക് നിന്നെ എത്തിക്കുവാൻ ദൈവം ശക്തനാണ്. യോസഫിന്റെ ജീവിതത്തിൽ നമുക്കറിയാം. ഞാൻ ആ കഥയിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിന്റെ വഴിയിൽ കടന്നു വന്നപ്പോഴും ദൈവത്തിൽ മുറുകെ പിടിച്ച് ദൈവം തനിക്ക് വേണ്ടി ഒരു വഴി ഒരുക്കിയിരിക്കുന്നുവെന്ന് ദർശനം കണ്ട യോസഫ് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉപിതാലിൽ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ വണങ്ങുന്ന ദർശനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതയാത്ര നയിച്ച യോസഫിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ യോസഫിന്റെ ജീവിതത്തിൽ അവന്റെ ജീവിത സാഹചര്യങ്ങളിൽ ഫറവോന്റെ ഹല്ലേലൂയ അധിപതിയായി, ഫറവോന് ഹല്ലേലൂയ കാര്യവിചാരകനായി, ആ രാജ്യത്തിന്റെ 8ാമത്തെ അധികാരിയായി ദൈവം അവനെ ആക്കിയെങ്കിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് ദൈവം നിന്നെ ആക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നീ ആടുകളെ മേയിക്കുന്ന ദാവീദിനെ പോലെ ആയിരിക്കാം. ആരും നിന്നെ കരുതുവാനില്ലായിരിക്കാം. സഹോദരങ്ങൾ ത്യജിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കാം. ആർക്കും വേണ്ടാത്ത അവസ്ഥയിലായിരിക്കാം. എന്നാൽ രാത്രികാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ ഹല്ലേലൂയ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ, നിന്നെ ഉന്നതമായ പദവിയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ നിന്നെ തലയല്ല വാലാക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവീയ സാന്നിധ്യം ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. റീബാന ഹത്തുനിയ രഗന്തുനിരികനവലബവ റീവൽഖന രഗരസ്യ രബലബവ ശൈദൽ ബവത്തുനിരികനവസ്യാരക. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മെ കൊണ്ടെത്തിക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിൽ 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 7-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ദൈവത്തിന്റെ തിരുവചനത്തിലെ പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവം കാണുവാനിടയായിത്തീരുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 12-ാം അധ്യായം 7-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. പ്രൈസ് ദി ലോർഡ്. അതിന്റെ
11-ാം വാക്യത്തിൽ നാം കാണുന്ന ഇപ്രകാരമാണ്. 10ഉം 11ഉം വാക്യത്തിൽ കാണുന്ന ഇപ്രകാരമാണ്. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ഹെരോദാവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. യഹൂദ ജനത്തിന്റെ വിചാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ യഹൂദ ജനത്തിന്റെ പ്രതീക്ഷയിൽ നിന്ന് പത്രോസിനെ ദൈവം വിടുവിക്കുകയാണ്. ഇന്ന് രാത്രികാലം എനിക്കും നിങ്ങൾക്കും വിരോധമായി ശത്രു കൂട്ടുന്ന വിരോധത്തിന്റെയും വിരോധാഭാസത്തിന്റെയും ഹല്ലേലൂയ പ്രതീക്ഷയുടെയും അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച് ദൈവത്തിന്റെ തേജസ്സിന്റെ ശുശ്രൂഷക്കാരായി ദൈവത്തിന്റെ ഉത്തമ പ്രൈസ്തലോട് അനുഗ്രഹത്തിന്റെ പന്താവിൽ ഹല്ലേലൂയ അനുഗ്രഹത്തിന്റെ പാത്രീഭൂതരാക്കി ദൈവം നമ്മെ വഴി നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ അവൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനത്ത് തന്നെ എത്തിക്കും. നീ കാരാഗ്രഹത്തിന്റെ ബന്ധനത്തിലായിരുന്നാലും ഹല്ലേലൂയ പ്രൈസ്തലോട് ദൈവത്തിന്റെ ദൂതൻ നിനക്ക് വേണ്ടി വെളിപ്പെടുവാനിടയായി തീരും. ദൈവത്തിന്റെ ദൂതൻ നിനക്ക് വേണ്ടി വിലാപ്പുറത്തട്ടി എഴുന്നേൽപ്പിച്ച കാരാഗ്രഹത്തിന്റെ ബന്ധനങ്ങളെ തുറന്ന് നിനക്ക് നിന്റെ ജീവിത സാഹചര്യങ്ങൾക്ക് വിരുദ്ധമായി പോരാടുന്ന ശത്രുവിന്റെ പോരുകളെ തകർത്തുകൊണ്ട് പ്രൈസ്തലോട് നിന്നെ ഹല്ലേലൂയ ദൈവസഭയുടെ മുമ്പാകെ കൊണ്ടെത്തിക്കുവാനായിട്ട്, ദൈവജനത്തിന്റെ മുമ്പാകെ കൊണ്ടെത്തിക്കുവാൻ ഹല്ലേലൂയ ഒരു ജനം ഹല്ലേലൂയ നിന്റെ നാശത്തിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് ഹല്ലേലൂയ വിചാരിച്ചുകൊണ്ടായിരിക്കുമ്പോൾ, ഒരു രാജാവ് നിന്റെ ജീവിതത്തിന്റെ നാശത്തിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കുമ്പോൾ, എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി അതല്ല. ദൈവജനത്തിന്റെ മുമ്പിൽ നിന്റെ സാക്ഷ്യം വെളിപ്പെടണം. ദൈവജനത്തിന് മുമ്പിൽ അനേകരെ നീ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ദൈവനാമത്തിന് വേണ്ടി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഉപയോഗപ്പെടുത്തുവാൻ, അനേകരെ സ്നാനപ്പെടുത്തുവാൻ, അനേകരെ സാക്ഷ്യപ്പെടുത്തുവാൻ, അനേകരോട് സുവിശേഷത്തിന്റെ പ്രൈസ് ദി ലോർഡ് സത്യത്തെ വിളിച്ചു പറയുവാൻ ദൈവം നിന്നെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. വാസ്തവത്തിൽ അത് മനസ്സിലാക്കി രാത്രികാലം നീ മുന്നേറുന്നെങ്കിൽ പ്രൈസ് രാജ്യങ്ങളെയും ദേശങ്ങളെയും കുടുംബങ്ങളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിനക്ക് അവകാശമായി ദൈവം നൽകിത്തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. Praise the Lord Jesus. Thank you, Lord. Hallelujah. Ribana hatunia ragantuni riganavara valavavasya ragadana. Praise the Lord. Hallelujah. പത്രോസിന്റെ ബന്ധനത്തിൽ നിന്ന് പത്രോസിനെ വിടുവിച്ച് അവനെ ദൈവസഭയുടെ മുമ്പാകെ നിർത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവം നിശ്ചയിച്ച സ്ഥാനത്ത് ദൈവം എന്നെ ആക്കുവാൻ പോവുകയാണ്. ദൈവം നിശ്ചയിച്ച സ്ഥാനത്ത് ദൈവം എന്നെ ആക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവവേദരെ, ദൈവം നിനക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നിന്നെ ആക്കുവാൻ പോവുകയാണ്. അതിന് തടസ്സം നിൽക്കുവാൻ ഒരു ശൃംഗത്തിന്റെ ശക്തിക്കോ ഒരു അഗ്നിയുടെ ശക്തിക്കോ ഒരു കാരാഗ്രഹത്തിന്റെ ശക്തിക്കോ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നാം ചിന്തിക്കും അതെന്നെ വിഴുങ്ങിക്കളയുവാനിടയായിത്തീരും. പലപ്പോഴും ചിന്തിക്കും അതിനെ നശിപ്പിക്കുവാനിടയായിത്തീരും. ദൈവത്തിലെ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവമാണ് നിന്നോട് കൂടെയുള്ളത്. ദൈവമാണ് ഹല്ലേലൂയ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനത്തേക്ക് നിന്നെ നടത്തുന്നത്. വേണ്ടി ഞാൻ മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ്. നമുക്ക് വേണ്ടി ദൂതനെ കൽപ്പിച്ചാക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി ദൂതനെ കൽപ്പിച്ചാക്കുന്ന ദൈവം. ഉൽപ്പത്തി പുസ്തകം അതിന് 16-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സ്ത്രീയാണ് ഹാഗാർ. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ, പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ, സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ ഹാഗറിനെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹാഗർ തന്റെ യജമാനത്തിന്റെ ഭവനത്തിൽ നിന്ന് വിട്ട് മരുഭൂമിയിൽ അവൾ യാത്ര ചെയ്യുകയാണ്. എങ്ങോട്ടെന്ന് പോകുവാൻ ഒരു വഴിയുമില്ലാതെ, താൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ഒരു ചിന്തയുമില്ലാതെ യാത്ര ചെയ്യുന്ന വ്യക്തിജീവിതമായ ഹാഗാറിനോട് ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ ദൂതൻ ഹാഗാറിനെ കണ്ടു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ ഹാഗറിനെ കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതിന്റെ 10-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്ന പ്രകാരമാണ്, യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളവയായിരിക്കും. ഹല്ലേലൂയ. അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. നിന്റെ സന്തതിയെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ആശ്രയിച്ച് പറയട്ടെ, ദൈവാത്മാവിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപയിൽ ഞാൻ ആശ്രയിച്ച് പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവിനോട് ഹല്ലേലൂയ
അല്ലെങ്കിൽ വീണ്ടും വീണ്ടും തലമുറയ്ക്ക് വേണ്ടി ഭാരപ്പെടുന്ന ജീവിതങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. നിന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അവനെ അനുഗ്രഹിച്ചു കൊണ്ടുപോകാൻ, അവൾ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്റെ തലമുറയെ അനുഗ്രഹിച്ചു കൊണ്ടുപോകാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്ക്. ഓ പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കരങ്ങളിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവില് ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്ക്. ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹാഗറിനെ അനുഗ്രഹിച്ച ദൈവം. ഹല്ലേലൂയ. ഹാഗറിന്റെ തലമുറയെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിലുമുണ്ട്. ഹല്ലേലൂയ. അവന്റെ വഴിയിൽ, അല്ലെങ്കിൽ അവളുടെ വഴിയിൽ അവളെ എതിരേറ്റ് ചെല്ലുന്ന ദൈവത്തിന്റെ യഹോവയുടെ ദൂതൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങളെ എതിരേറ്റ് കടന്നു വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അവസ്ഥയെ ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ ദൂതനെ ഇന്ന് രാത്രികാലം നമ്മൾ അനുഭവിച്ചറിയുക, കാണുക. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങളിൽ, പ്രതികൂലങ്ങളിൽ, ഹല്ലേലൂയ, ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എന്റെ തലമുറയെ ഓർത്ത് ഹല്ലേലൂയ വിലപിക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ തലമുറയെ ഓർത്ത് വിലപിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. നീ എന്ത് ചെയ്യുമെന്ന് വിലപിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, യഹോവയുടെ ദൂതൻ നിനക്ക് മുമ്പായി ഉണ്ട്. യഹോവയുടെ ദൂതൻ നിനക്ക് മുമ്പായി ഉണ്ട്. നിന്റെ തലമുറയ്ക്ക് മുമ്പായി അവനുണ്ട്. യഹോവ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ, അവനെ നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. റിഖാനമന ഹതുരിയാന മനസ്യ രഗദൽകനരഗസ്യാരഗ റിബരബവ ശബാനബവതുരിരിഗന ഭവന്തുന അക്ഷവൽകനരഗസ്യ രഗദന ബലബവ ശൈദരൗഢരഗദന ബലബവ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മെ കരുതുവാൻ, നമ്മെ നടത്തുവാൻ, നമ്മെ പരിപാലിപ്പാൻ, നമ്മെ രക്ഷിപ്പാൻ ദൈവം ശക്തനാണ്. ഞാൻ പറഞ്ഞുവല്ലോ, ദൈവത്തിന്റെ വാക്കനുസരിച്ചാൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വാക്കനുസരിച്ചാൽ നമ്മെ ഭയക്കുന്നവരെ പകയ്ക്കുന്ന ദൈവമാണ്. നമ്മെ ഞെരുക്കുന്നവരെ ഞെരുക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ ഹല്ലേലൂയ കഷ്ടതയിലാക്കുന്നവരെ കഷ്ടതയിലാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന്റെ വാക്കനുസരിച്ചാൽ ഞാനും നിങ്ങളും ഹല്ലേലൂയ ദൈവകരങ്ങളിലാണ്. ഞാനും നിങ്ങളും അവന്റെ വഴികളിലാണ്. ഹല്ലേലൂയ. നാം വായിച്ച പ്രകാരമാണ് നമ്മെ വഴിയിൽ കാക്കുന്ന ദൈവം. അവൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മെ എത്തിക്കുവാൻ തന്റെ ദൂതനെ നമുക്ക് മുമ്പായി കൽപ്പിച്ചാക്കിയ ദൈവം ഇന്ന് രാത്രികാലം നമ്മോട് പറയുന്നു. ഹല്ലേലൂയ. നീ എന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ, എന്നെ തന്നെ സേവിപ്പാൻ നീ തീരുമാനിച്ചാൽ, എന്നെ തന്നെ പിന്തുടരുവാൻ തീരുമാനിച്ചാൽ, ഇന്ന് രാത്രികാലം നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റുവാൻ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ ഹല്ലേലൂയ തലമുറയുടെ അവസ്ഥകൾക്ക് അനുസരിച്ച് ഹല്ലേലൂയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ നന്മകളെ നിന്നിലേക്ക് പകരുവാൻ ദൈവമിടയാക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഒരു ബന്ധനത്തിനും അതിനെ തടയുവാൻ സാധ്യമല്ല. ഒരു കാരാഗ്രഹത്തിനും അതിനെ തടയുവാൻ സാധ്യമല്ല. ഒരു തീക്കും അതിനെ തടയുവാൻ സാധ്യമല്ല. ഒരു ഹല്ലേലൂയ സിംഹത്തിന്റെ വായ്ക്കും അതിനെ തടയുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കുന്ന ദൈവിക സാന്നിധ്യം ഇന്ന് രാത്രികാലം നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങി വരുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്റെ വാക്കനുസരിച്ചാൽ, ദൈവത്തിന്റെ വാക്കനുസരിച്ചാൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് മുന്നേറുവാൻ നീ തയ്യാറായാൽ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ഹൃദയത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയുടെ ജീവിതത്തിന്റെ അവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവ നന്മകളിലേക്ക്, ദൈവത്തിന്റെ പ്രവൃത്തികളിലേക്ക് ദൈവം നയിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 16-ഉം 17-ഉം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 6-ാം അധ്യായം 16-ഉം 17-ഉം വാക്യം പ്രകാരമാണ് വായിക്കുന്നത്. അതിനവൻ, പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവയുടെ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ടും മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഹല്ലേലൂയ. അരാം രാജ്യത്തിന്റെ രാജാവ് ഇസ്രായേലിനോട് യുദ്ധത്തിനായി കടന്നു വന്നപ്പോൾ പ്രൈസ് ദി ലോർഡ്, എലീശ, ദൈവപുരുഷനായ എലീശ ദൈവത്തിന്റെ പ്രവൃത്തിയെ ദർശിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ബാല്യക്കാരൻ അത് കാണുവാൻ കഴിഞ്ഞില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതാണ്. നമ്മെ ചുറ്റി വളയുന്ന സൈന്യത്തെ നാം കാണുന്നത്.
നമ്മെ ചുറ്റിവളയുന്ന പ്രശ്നങ്ങളെയാണ് നാം കാണുന്നത്, നമ്മെ ചുറ്റിവളയുന്ന രോഗങ്ങളെയാണ് നാം കാണുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ നെടുവീർപ്പുകളാണ് നാം ദൈവസ്ഥനിൽ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ എനിക്കും നിങ്ങൾക്കും ഹല്ലേലൂയ ചുറ്റും ഇറങ്ങിയിരിക്കുന്ന സ്വർഗീയ ദൂതന്മാരെ, ഹല്ലേലൂയ അഗ്നിമയ രഥങ്ങളെ, ഓ പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രിക്കാലം നമുക്ക് കാണുവാൻ ഇടയായിത്തീരട്ടെ. നമ്മുടെ പ്രശ്നങ്ങളിൽ, ഹല്ലേലൂയ, നമ്മുടെ പ്രതികൂലത്തിന്റെ അവസ്ഥയിൽ, നമ്മുടെ വേദനയുടെ അവസ്ഥയിൽ, ഓ സ്വർഗത്തിന്റെ ദൂതന്മാരെ കാണുവാൻ, അഗ്നിമയ രഥങ്ങളെ കാണുവാൻ, ദൈവത്തിന്റെ വിടുതൽ കാണുവാൻ, ദൈവത്തിന്റെ നന്മകളെ കാണുവാൻ, ദൈവത്തിന്റെ ശക്തിയെ കാണുവാൻ എത്ര പേർക്ക് സാധ്യമായി തീരും? ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിൽ, ഹല്ലേലൂയ, ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അരാം രാജാവ് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ കടന്നു വന്നപ്പോൾ ബാല്യക്കാരൻ അരാം രാജ്യത്തിന്റെ സേനയാണ് കാണുന്നത്. പ്രിയ ദൈവവേദലേ, പ്രിയ വ്യക്തി ജീവിതമേ, ഇന്ന് രാത്രികാലം നാം നമ്മെ തന്നെ ശോധന ചെയ്യുക. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെയാണ് നീ വലുതായി കാണുന്നത്. എന്നാൽ ദൈവം നിന്നോട് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്, ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകും. ഹല്ലേലൂയ. വഴിയിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, വഴിയിൽ ചെങ്കടലുണ്ട്, യോർദാനുണ്ട്, മരുഭൂമിയുണ്ട്, ക്ഷാമമുണ്ട്, വേദനയുണ്ട്, വിഷപ്പാമ്പുകളുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിലും നിന്നെ നടത്തുവാൻ ശക്തനായി ഞാൻ നിന്നോട് കൂടിയുണ്ട്. എന്റെ ദൂതൻ നിനക്ക് മുമ്പായി നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്റെ ദൂതനെ ഞാൻ നിനക്ക് മുമ്പായി അയക്കുന്നു. ഹല്ലേലൂയ. ദൈവവേദലേ, ഇന്ന് രാത്രികാലം നീ നിന്റെ അവസ്ഥകളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മുമ്പായി ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ, ഹല്ലേലൂയ, ഓ പ്രൈസ് ദി ലോർഡ്, അവൻ പറഞ്ഞത് പ്രകാരം, ഹല്ലേലൂയ, ഞാൻ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന ദേശത്തേക്ക്, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും, ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു, ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു എന്ന്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ദൂതന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധ്യമായി തീരുന്നുണ്ട്? പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഞാൻ അനേക സംഭവങ്ങളെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ മധ്യത്തിൽ പറയുവാനിടയായിരുന്നു. ദാനിയേല് സിംഹത്തിന്റെ മുമ്പാകെ ദൈവത്തിന്റെ ദൂതൻ സിംഹങ്ങളുടെ വായടച്ച് അവനെ വിടുവിച്ചു. ഉന്നത സ്ഥാനത്തേക്ക് അവനെ ആക്കുവാൻ ദൈവമിടയാക്കി. ശദ്രക്, മേശക്, അബേദ്നെഗോ തീയുടെ മധ്യത്തിൽ, തീയുടെ ആഴിയിൽ 7 ഇരട്ടി വർദ്ധിച്ച അഗ്നിയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ദൂതനിറങ്ങി അവരെ വിടുവിച്ചു. സ്വദൂതനിറങ്ങി, യഹോവയുടെ സ്വദൂതനിറങ്ങി അവരെ വിടുവിച്ചിരുന്നു എന്നാണ് രാജാവ് പറയുന്നത്, നെബൂഖദ്നേസർ പറയുന്നത്. രാത്രികാലം എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഇറങ്ങുന്ന ദൈവത്തിന്റെ ദൂതന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാം. ഹല്ലേലൂയ. പലപ്പോഴും നാം 38 സംവത്സരം ബെത്സേദ കുളത്തിനരികിൽ കിടന്ന മനുഷ്യരെ പോലെയാണ്. അവസ്ഥകൾ ഉണ്ടായിട്ടും, വിടുവിപ്പാൻ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും, രക്ഷ പ്രാപിപ്പാൻ, സൗഖ്യം പ്രാപിപ്പാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും പ്രാപിക്കാതെ നാം സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടായിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിക്കാലം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. എനിക്കും നിങ്ങൾക്കും വേണ്ടി, ഹല്ലേലൂയ, യഹോവയുടെ ദൂതനിറങ്ങി കുളം കലക്കുമ്പോൾ അതിലേക്ക് ചാടുവാൻ, രക്ഷയെ പ്രാപിപ്പാൻ, ആ വിടുതൽ പ്രാപിപ്പാൻ, ആ ദൈവിക നന്മ പ്രാപിപ്പാൻ, ആ ദൈവ പ്രവൃത്തി പ്രാപിപ്പാൻ, ഹല്ലേലൂയ, നാം തയ്യാറാണെങ്കിൽ അവൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ നമ്മെ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളും ബന്ധനത്തിന്റെ അവസ്ഥയിലായിരിക്കാം, കാരാഗ്രഹത്തിന്റെ അവസ്ഥയിലായിരിക്കാം, വേദനയുടെ അവസ്ഥയിലായിരിക്കാം, മുന്നോട്ട് പോകുവാൻ യാതൊരു മാർഗവുമില്ലായിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. നിങ്ങളെ കരുതുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നിങ്ങളെ നടത്തുവാൻ ദൈവം ശക്തനാണ്. ഓ പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ പഴിക്കുന്നവരെ പഴിക്കുവാൻ, നിങ്ങളെ ഞെരുക്കുന്നവരെ ഞെരുക്കുവാൻ, ഓ പ്രൈസ് ദി ലോർഡ്, ദൈവം ശക്തനാണ്. അപ്പത്തിന്റെ മേലും വെള്ളത്തിന് മേലും, ഹല്ലേലൂയ, അനുഗ്രഹത്തെ നൽകുവാൻ, നിങ്ങളുടെ ഭൗതിക നന്മകളെ അനുഗ്രഹത്തെ നൽകുവാൻ ദൈവം ശക്തനാണ്. നിങ്ങളുടെ രോഗങ്ങളെ മാറ്റുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറ അനുഗ്രഹിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി സകലതും ഒരുക്കിയതിനു ശേഷമാണ് അവൻ നമ്മെ
ആ സ്ഥാനത്തേക്ക് നയിക്കുന്നത്. രാത്രികാലം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവകരങ്ങൾ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവശക്തിയുടെ മുമ്പാകെ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. രോഗബന്ധത്തിലായിരിക്കുന്നവരെ, പ്രൈസ്, തലമുറ ഓർത്ത് വിലപിക്കുന്നവരെ രാത്രികാലം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനത്തേക്ക് പ്രൈസ് ദൈവം നിങ്ങളെ കൊണ്ടുപോകാനിടയായിത്തീരും. കണ്ണുടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിശ്ചയ ഹല്ലേലൂയ, സർവശക്തനായ ദൈവമേ, ഇന്ന് രാത്രികാലം നിശ്ചയമായി നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ വഴിയിൽ ഞങ്ങളെ കാക്കേണ്ടതിനും, ഹല്ലേലൂയ, നീ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കേണ്ടതിനും നിന്റെ ദൂതനെ ഞങ്ങൾക്ക് മുമ്പായി അയക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. രാത്രികാലം ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നവയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. രോഗബന്ധനത്തിലായിരിക്കുന്നവർക്ക് സൗഖ്യം യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ നിരാശ്രമത്തിലായിരിക്കുന്ന വ്യക്തികളെ നിന്റെ നാമത്തിൽ ആശയോടെ ദൈവ തേജസ്സിന്റെ അനുഗ്രഹത്താൽ നിറയപ്പെടുവാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറയോർത്ത് വിലപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഉന്നതമായ പദവികളിൽ അവർ എത്തിച്ചേരപ്പെടുവാൻ അവരെ നിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നടുവിൽ നിന്ന് രോഗങ്ങളെ മാറ്റുന്ന ദൈവം, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നുകൊണ്ട്, ഹല്ലേലൂയ, സിംഹത്തിന്റെ വായടച്ച് അഗ്നിയിൽ ഇറങ്ങി നാലാമനായി കടന്നു വന്ന്, ഹല്ലേലൂയ, കാരാഗ്രഹത്തിന്റെ ബന്ധനങ്ങളെ തുറന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകിയ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നവയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവിക സാന്നിധ്യത്തിന് മുമ്പായി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവകൃപയ്ക്ക് മുൻപായി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടെ നീ മഹത്വം എടുക്കണം കർത്താവേ. നിന്റെ കരുണയുടെ കരങ്ങൾ അടികളെ താഴ്ത്തി സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ. മഹത്വം അറുക്കപ്പെട്ട ദൈവകുഞ്ഞാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തുകൊണ്ടുമാറാകട്ടെ. ഇപ്രകാരം ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് സമയമൊരുക്കുന്ന റോസ് ഫാമിലി പ്രാർത്ഥനാ ഗ്രൂപ്പിനോടും പ്രത്യേകിച്ച് റോസ് സിസ്റ്ററിനോടും അവരുടെ കുടുംബത്തോടും എല്ലാവരോടുള്ള സ്നേഹത്തെയും നന്ദിയും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.